പെരിന്തൽമണ്ണ നഗരസഭയിലെ പല ഭാഗങ്ങളിലും പെൻഷൻ കിട്ടുന്ന കാര്യത്തിൽ ഇത്തിരി അലംഭാവമുണ്ടെന്നുള്ള ആരോപണം ഉയരുന്നുണ്ട്. ഏറ്റവും കൂടുതൽ പെൻഷൻ ലഭിക്കാത്ത ഒരിടം കുന്നുപ്പള്ളി മേഖലയാണെന്നും പറയുന്നു. അവിടുത്തെ കൗൺസിലറാണ് ഷക്കീർ തങ്കയത്തിൽ. ഈ സ്ത്രീകൾ അതുപോലെ പ്രായമായവർ ഇങ്ങനെ കുറേ ആളുകൾ ഇപ്പോൾ സർക്കാർ ഉദ്യോഗസ്ഥർക്ക് അവർക്ക് കൃത്യമായ ശമ്പളം കിട്ടും. സർക്കാരിലേക്ക് ഖജനാവിലേക്ക് വരുന്ന പണം തന്നെ ഒരുവിധം പാവപ്പെട്ടവർക്ക് കൊടുക്കുന്നത് നല്ല കാര്യമാണ്. അതാണല്ലോ ഈ പെൻഷൻ എന്ന് പറയുന്നത്. അപ്പൊ ഈ ക്ഷേമ പെൻഷനുകളൊക്കെ മുടങ്ങുന്ന ഒരു അവസ്ഥ ഉണ്ടാകുന്നു. താങ്കളുടെ വാർഡ് പരിസരത്തൊക്കെ ഉണ്ടെന്ന് പറയും. എന്താണ് അങ്ങനെ സംഭവിച്ചത്? പെരിന്തൽമണ്ണ നഗരസഭ ഈ 7 മാസത്തിനിടയിൽ അവർ ക്ഷേമ പെൻഷൻ കാര്യത്തിൽ അവർ നല്ല അനുഭാവം കാണിക്കുന്നുണ്ട്. ക്ഷേമ പെൻഷന്റെ വിഷയം വരുമ്പോൾ ഇതേപോലെ സ്ത്രീ സുരക്ഷാ പെൻഷൻ വന്നിട്ട് അതിപ്പോൾ നിർത്തലാക്കി പുതിയ ഗവൺമെന്റ്. അന്ന് അവര് 1 മാസം വൈകിച്ചത് കാരണം എത്രയോ പേർക്ക് അത് നഷ്ടപ്പെടേണ്ട അവസ്ഥ വന്നിട്ടുണ്ട്. ഇപ്പോൾ ഉള്ള പുതിയ പ്രശ്നം എന്താ വെച്ചാൽ മസ്റ്ററിങ് ചെയ്യണം എന്നാണ്. മസ്റ്ററിങ്ങിന്റെ വിഷയം വന്നപ്പോൾ ഇപ്പൊ അവര് ഇതിനു മുന്നേ ഈ വരുമാന സർട്ടിഫിക്കറ്റ് ഹാജരാക്കാത്തവരെ ലിസ്റ്റ് എല്ലാ കൗൺസിലേഴ്സിനും നോർമലി തന്നിരുന്നു. അത് ഭരണപക്ഷത്തിലെ കൗൺസിലർമാരും ഉണ്ട്, അവർക്കൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇതെല്ലാം ഞങ്ങൾ കൗൺസിലർമാരാണ് ഇത് കളക്ട് ചെയ്ത് ഇവിടെ കൊണ്ടുവന്നത്. അത് കാരണം എന്താ വിഷയിച്ചാൽ ഈ ജനങ്ങൾ ഈ വോട്ടർമാരുടെ വിചാരം ഇത് നമ്മളിവിടെ കൊടുത്തിട്ടില്ല എന്നുള്ള ഒരു അവിശ്വാസത്തിന്റെ പ്രശ്നമുണ്ട്. കാരണം അവര് ഇത് തന്ന് നമ്മളിവിടെ കറക്റ്റായിട്ട് ആ ഡേറ്റിന് അവിടെ ഏൽപ്പിച്ചതാണ്. അത് കാരണം ഇന്ന് ആ ഭാഗത്ത് തന്നെ ഒരു 10-20 വീടുകളിൽ കൊടുക്കുന്ന പെൻഷനിൽ അത് അവരോട് അന്വേഷിച്ചപ്പോൾ 60 പേരിൽ 40 പേർക്ക് കിട്ടിയിട്ടുള്ളൂ. 20 പേർക്ക് കിട്ടണില്ല. എന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത്? നിങ്ങൾ ഇവിടെ ഈ ഭരണപക്ഷത്തോട് ചോദിച്ചില്ലേ? ഭരണപക്ഷത്തുള്ള ചെയർപേഴ്സൺ, വൈസ് ചെയർപേഴ്സൺ അതുകൂടാതെ ഉള്ള ആളുകളോട് നിങ്ങൾ ഇക്കാര്യത്തിൽ എന്തുകൊണ്ടാണ് അലംഭാവം സംഭവിക്കുന്നത് ചോദിച്ചോ? അവരെന്ത് മറുപടി പറഞ്ഞു? അവർ പറഞ്ഞ മറുപടി ഈ ഉദ്യോഗസ്ഥരുടെ അലംഭാവമാണെന്നാണ്, അവർ തെറ്റിയതാണെന്ന്. അത് ഉദ്യോഗസ്ഥരുടെ ഈ ജോലി ഇത് കറക്റ്റായി ചെയ്യേണ്ടത് ഈ ഭരണകൂടമല്ലേ, ഇവരെല്ലാം ശരിയാക്കേണ്ടത്. അത് കാരണം ഇല്ല വിഷയമാണ് ഇത്. ഇപ്പൊ മസ്റ്ററിങ് ചെയ്യാൻ പറ്റില്ല, ഈ വ്യക്തികൾക്ക് മസ്റ്ററിങ് കഴിയില്ല. ഇപ്പൊ അവര് പോയി മടങ്ങി വിളിക്കുന്നു കൗൺസിലറെ, ഇതെന്താ ഈ മസ്റ്റർ ചെയ്യാൻ പറ്റില്ല, നിങ്ങൾ ഇന്നലെ കൊടുത്ത പേപ്പർ അവിടെ സബ്മിറ്റ് ചെയ്യില്ല എന്ന് ചോദിക്കുകയാണ് നമ്മളോട്. അപ്പൊ അത് കാരണമാണ് ഇത് മുടങ്ങണത്. ഇപ്പൊ മസ്റ്റർ ചെയ്യണമെങ്കിൽ ഇവര് ഈ വരുമാന സർട്ടിഫിക്കറ്റ് സബ്മിറ്റ് ചെയ്യണം. ഇപ്പൊ പറയണ സെക്രട്ടറി ഇന്നലെ കൗൺസിൽ പറഞ്ഞപ്പോ പറഞ്ഞു ശരിയാവും, റിക്വസ്റ്റ് കൊടുത്തിട്ടുണ്ട് തിരുവനന്തപുരത്തേക്ക് എന്നൊക്കെ പറഞ്ഞു. പക്ഷെ ആ 1 മാസത്തെ പെൻഷൻ അധികം അവർക്ക് നഷ്ടപ്പെടാനാണ് സാധ്യത. ഇത് ഇങ്ങനെ സംഭവിച്ചു കഴിഞ്ഞാൽ ഇതിനെതിരെ നിങ്ങളിപ്പോ ഓരോ സംഭവങ്ങളിലും പ്രതിപക്ഷം അതിൻ്റെതായ രീതിയിൽ പ്രതിഷേധം ഉയർത്തുന്നു. ഇങ്ങനെ സംഭവിക്കുന്നുണ്ടെങ്കിൽ അതിനെതിരെ കൂടി, അതായത് പാവപ്പെട്ടവർക്ക് കിട്ടുന്ന പെൻഷൻ ചെറിയ തുകയുള്ളെങ്കിലും ആശ്വാസം, അത് മുടങ്ങുന്ന സ്ഥിതി ഉണ്ടാകുന്നതിനെതിരെ നിങ്ങൾ വലിയ പ്രതിഷേധത്തിനോ മറ്റോ സംഘടിപ്പിക്കാൻ തീരുമാനിച്ചിട്ടുണ്ടോ? പ്രതിഷേധത്തിന്റെ കാര്യം ഇവർ പെൻഷൻകാരെന്ന് സാധാരണക്കാരാണ്, വയസ്സായ ആൾക്കാരാണ്, മരുന്ന് വാങ്ങാൻ ഈ ടൈം ഇത് കാത്തു നിൽക്കുന്നവരാണ്. അല്ലാതെ ഈ കാശിലോലല്ലല്ലോ ഈ പെൻഷന് കാത്തിക്കുക. അത്രയും ദയനീയായ അവസ്ഥയിൽ ജീവിക്കുന്നവരാണ് അവർ. പക്ഷെ ഇന്ന് കൂടി എൻ്റെ വീട്ടിലൊരാൾ വന്നു, പെൻഷന്റെ ഈ പേപ്പർ എന്തായി എന്ന് വെച്ചിട്ട് ഇന്ന് രാവിലെ വന്ന്. അവരോട് എന്താ പറയാ, അവരോട് പറയും 1 മാസത്തെ മുടങ്ങി എന്ന് പറയുമ്പോൾ അവർക്ക് വിഷമമാണ്. കാരണം അത് ആ പൈസ കിട്ടിയിട്ടാണ് അവർക്ക് മരുന്ന് എന്തെങ്കിലും വാങ്ങാന്. അപ്പൊ ഇത് പാർട്ടിയോട് ആലോചിച്ചിട്ട് എന്തിനു വേണ്ട എന്താ വെച്ചെങ്കിൽ ഞങ്ങൾ തീരുമാനം എടുക്കും, ശക്തമായിട്ട് മുന്നോട്ട് പോകും. ഏതായാലും പെൻഷൻ ഈ ക്ഷേമ പെൻഷൻ എന്ന് പറയുന്നത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സർക്കാർ ഉദ്യോഗസ്ഥർക്ക് കൃത്യമായി മാസം ശമ്പളം കിട്ടും. അത് കഴിഞ്ഞ് അവർക്ക് പെൻഷൻ കിട്ടും. ഈ ഖജനാവിലേക്ക് വരുന്ന, അതൊരു വലിയ കാര്യമാണ്, ഖജനാവിലേക്ക് വരുന്ന പണത്തിൽ നിന്നും ഏറ്റവും അർഹരായ താഴെത്തട്ടിലുള്ള പാവപ്പെട്ടവർക്ക് ചെറിയൊരു ക്ഷേമ പെൻഷൻ എന്ന നിലക്ക് അവരുടെ മരുന്ന് വാങ്ങാനോ ഒക്കെ ഉപകരിക്കുന്ന ഒരു ഗണം. അത് ഏത് സർക്കാരാണെങ്കിലും ആ ചെയ്യുന്നത് ഏറ്റവും നല്ലൊരു പ്രവൃത്തിയാണ്. ഇപ്പോൾ പെൻഷൻ ഈ പെരിന്തൽമണ്ണ നഗരസഭയുടെ പരിസരത്ത് പല ഭാഗങ്ങളിലും മുടങ്ങിയിട്ടുണ്ട് എന്ന ആക്ഷേപമുണ്ട്. ഇദ്ദേഹത്തിന്റെ വാർഡിന്റെ പരിസരം കുന്നപ്പള്ളി മേഖലയിൽ കൂടുതൽ പേർക്ക്, 40ഓളം പേർക്ക് പണം 1 മാസത്തെ നഷ്ടപ്പെടുന്ന സ്ഥിതിയാണ്. അപ്പോൾ ഭരിക്കുന്നവർ ഒന്നുകൂടി അക്കാര്യത്തിൽ തീരുമാനങ്ങൾ എടുക്കണം. ഉദ്യോഗസ്ഥന്മാരുടെ ഭാഗത്ത് നിന്ന് അലംഭാവം വീഴ്ച ഉണ്ടാകുന്നുണ്ടെങ്കിൽ ആ ഉദ്യോഗസ്ഥന്മാരെ ഇക്കാര്യം ബോധ്യപ്പെടുത്തി ഇനി ഇങ്ങനെ ഉണ്ടാകരുത് എന്ന് ഓർമ്മപ്പെടുത്തേണ്ടത് ഭരിക്കുന്നവരുടെ ഉത്തരവാദിത്തമാണ്. ആ ഉത്തരവാദിത്തം ഭരിക്കുന്നവർ, ഭരണപക്ഷത്തുള്ളവർ കൃത്യമായി നിർവഹിക്കണമെന്നാണ് എനിക്ക് പറയാനുള്ളത്, ഞങ്ങൾക്ക് പറയാനുള്ളത്. ഈ സംഭവമൊക്കെ ക്ലിയർ ആയിട്ട് പോയില്ലെങ്കിൽ പാർട്ടിയുമായി ആലോചിച്ച് പ്രതിഷേധത്തിലേക്ക് നീങ്ങേണ്ടി വരുമെന്ന ഒരു മുന്നറിയിപ്പ് കൂടി ഷക്കീർ തങ്കയത്തിൽ, ഇടതുപക്ഷ കൗൺസിലറാണ്, അദ്ദേഹം നൽകുന്നുണ്ട്. അപ്പോൾ ഇക്കാര്യത്തിൽ ഭരണപക്ഷം ഉചിതമായ തീരുമാനമെടുക്കുക. ഉദ്യോഗസ്ഥർ വീഴ്ച വരുത്താതെ പെൻഷൻ, പാവപ്പെട്ടവരുടെ പെൻഷൻ കിട്ടുന്ന കാര്യത്തിൽ അവരുടെ ജോലി കൃത്യമായി ചെയ്യുക എന്നുകൂടി അദ്ദേഹം പറഞ്ഞ വാക്കുകളിൽ നിന്നും വ്യക്തമാണ്. ജബാർ വേണാട്ട്, 1 ന്യൂസ് ലൈവ്, പെരിന്തൽമണ്ണ.
സമൃദ്ധിയുടെയും ഐശ്വര്യത്തിന്റെയും പൊന്നോണം വരവായി. ഓണാഘോഷങ്ങളെ വരവേൽക്കാൻ സ്കൈ ഗോൾഡും ഒരുങ്ങി. സ്കൈ ഗോൾഡിൽ കോയിൻ ഓണം ഓഫർ. അരപ്പവന് മുകളിലുള്ള പർച്ചേസുകൾക്ക് നേടാം ഫ്രീ ഗോൾഡ് കോയിൻ. 50,000 രൂപയ്ക്ക് മുകളിലുള്ള ഡയമണ്ട് പർച്ചേസുകൾക്കും സ്വന്തമാക്കാം ഫ്രീ ഗോൾഡ് കോയിൻ. കൂടാതെ ഓരോ പർച്ചേസിനും ലഭിക്കുന്ന കൂപ്പൺ നറുക്കെടുപ്പിലൂടെ ഐഫോൺ നേടുവാനുള്ള സുവർണാവസരവും. ഈ ഓണം സമൃദ്ധിയുടേതാക്കൂ സ്കൈ ഗോൾഡിനൊപ്പം. സ്കൈ ഗോൾഡ്, എലഗൻസ് ഓഫ് ബ്യൂട്ടി. പെരിന്തൽമണ്ണ, നിലമ്പൂർ ആൻഡ് പൊന്നാനി. ഏവർക്കും സ്കൈ ഗോൾഡിന്റെ ഹൃദയം നിറഞ്ഞ പൊന്നോണാശംസകൾ.